ഇവിടെ ജെയിംസ് ബോണ്ട് തന്റെ ലവറിനെയും കൊണ്ട് എക്സ് ലവറിന്റെ ശവക്കലറ സന്ദർശിക്കുന്നതിനായി അവളുടെ നാട്ടിലേക്ക് വരുന്നു. ജെയിംസ് ബോണ്ട് ആ ശവക്കലറയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. അതിനുശേഷം കുറച്ചുപേർ ജെയിംസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിലൊരുത്തനെ പിടിച്ച് കഴുത്തു ഞെരിക്കുമ്പോൾ അവന്റെ ലവറാണ് ഈ സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നു. ജെയിംസ് അത് വിശ്വസിക്കുന്നു. ഉടനെ ലവറിന്റെ അടുത്തേക്ക് വരുന്നു. അവർ കാറിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. അതിലൊരാൾ അവനെ കാണിച്ചു കൊടുത്തതിന് അവളെ പ്രശംസിക്കുന്നു. അവൾ തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. പക്ഷെ ജെയിംസ് അതൊന്നും വിശ്വസിക്കാതെ അവളെ ബ്രേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് ട്രെയിനിൽ കയറ്റിവിടുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വില്ലന്മാരുടെ ടീം ഒരു സയന്റിസ്റ്റിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ മില്യൺ കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിയുന്ന നാനോ റോബോട്ട് ബയോ വെപ്പണം കൊണ്ടുപോകുന്നു. അത് മനുഷ്യരുടെ DNA ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ മിഷന്റെ ഭാഗമായി തന്റെ ലവറിനെ വീണ്ടും കണ്ടപ്പോഴാണ് ജെയിംസ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അന്ന് അവൻ അവളെ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ കുഞ്ഞിന് 5 വയസ്സാണ്. അവളെയും കുഞ്ഞിനെയും വില്ലന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു. ജെയിംസ് തന്റെ ടീംമേറ്റിനൊപ്പം അവരെ ഫോളോ ചെയ്ത് വന്ന വില്ലന്മാരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നു. എന്നിട്ട് അവളെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നു. ആ ബയോ വെപ്പൺ നശിപ്പിക്കാൻ മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറയുന്നു. മിസൈൽ വീണ് ആ സ്ഥലം ഫുള്ള് നശിക്കുന്നു.